നമസ്കാരം. ക്രിപ്റ്റോ കറൻസി, OTT പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിൽ ഹൈറിച്ച് MD KD പ്രതാപനും ഭാര്യയും CEOയുമായ ശ്രീനയും തട്ടിയത് 2300 കോടി രൂപയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുമ്പോൾ ഇതിന്റെ പങ്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് കിട്ടിയെന്ന് സൂചന. ഇതിന്റെ കണക്കുകൾ ED പുറത്തുവിട്ടു. തട്ടിപ്പ് നടത്തിയ തുകയിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് ഉടമകൾ കടത്തിയെന്നാണ് സൂചന. കാനഡയിൽ രൂപീകരിച്ച കമ്പനി കേന്ദ്രീകരിച്ചും ED അന്വേഷണം ആരംഭിച്ചു. ഈയിടെ നടന്ന സർക്കാർ പരിപാടിയുടെ പ്രധാന സ്പോൺസർമാരും ഇവരായിരുന്നു. ഇതടക്കം ED പരിശോധിക്കുന്നുണ്ട്. EDയുടെ റെയ്ഡിന് മുൻപ് രക്ഷപ്പെട്ട ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ശ്രീനയ്ക്കുമായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവർ സമാഹരിച്ചതിൽ 482 കോടി രൂപ ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ED അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. പ്രതികളുടെ ഇടപാടുകൾക്ക് ഇടനിലക്കാരായ 10 പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിലാണ്. ഇതിനിടെ അറസ്റ്റ് സാധ്യത കണക്കിലെടുത്ത് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. കോടതിയിൽ പ്രതികൾക്കെതിരെ സമാന കേസുള്ള വിവരം ED അറിയിക്കും. ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് തൃശൂരിലെയും എറണാകുളത്തെയും ശാഖകൾ, ഉടമകളുടെ വീടുകൾ എന്നിവിടങ്ങളിൽ റെയ്ഡിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. HR കോയിൻ വഴി 1138 കോടിയാണ് തട്ടിയത്. ഇവർ സമാഹരിച്ച പണത്തിൽ 482 കോടി രൂപ ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഹൈറിച്ച് ഉടമകളെ കണ്ടെത്താൻ പോലീസ് മതിയായ സഹായം നൽകുന്നില്ലെന്ന വിലയിരുത്തലും കേന്ദ്ര ഏജൻസിക്കുണ്ട്. ഈ സാഹചര്യത്തിൽ NIA അടക്കമുള്ളവരുടെ സഹായം തേടും. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകും. ഓൺലൈൻ മാർക്കറ്റിംഗ്, മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമെ ഹൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത വഴികളിലൂടെയാണ് ED അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ വർഷമാണ് ഹൈറിച്ച് ഗ്രൂപ്പിന്റെ HR OTT പ്രത്യക്ഷപ്പെടുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയ വിജേഷ് പിള്ളയുടെ ആക്ഷൻ OTTയാണ് ഹൈറിച്ച് ഉടമകൾ വാങ്ങിയത്. പുത്തൻ പടങ്ങളടക്കം റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് 5 ലക്ഷം വീതം നിക്ഷേപം വാങ്ങിയായിരുന്നു തുടക്കം. ഇതിന് പിന്നാലെയാണ് HR ക്രിപ്റ്റോയുമായുള്ള രംഗപ്രവേശം. ഒരു HR ക്രിപ്റ്റോയുടെ മൂല്യം $2, 160 ഇന്ത്യൻ രൂപ. ബേസിക്, പ്രീമിയം എന്നിങ്ങനെ തരംതിരിച്ച് ആയിരക്കണക്കിന് പേരിൽ നിന്നും സമാഹരിച്ചത് കോടികളാണ്. കാനഡയിൽ കമ്പനി രൂപീകരിച്ചത് ഹവാല ഇടപാടുകളുടെ ഭാഗമായാണെന്നായിരുന്നു EDക്ക് ലഭിച്ചിരുന്ന വിവരം. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെയാണ് ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തിയതെന്നും കണ്ടെത്തലുണ്ട്. 126 കോടി രൂപയുടെ GST വെട്ടിപ്പിന്റെ പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു. GST വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 1.63 ലക്ഷം നിക്ഷേപകരിൽ നിന്നായി 1630 കോടി തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതാണ് നിർണായകമായത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഹൈറിച്ച് ഓൺലൈൻ ഉടമകളായ KD പ്രതാപനും ശ്രീനയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉടമകളുടെ വീട്ടിലും ഓഫീസിലും ED നടത്തിയ റെയ്ഡ് മണിക്കൂറുകൾ നീണ്ടുനിന്നിരുന്നു. ED എത്തുന്നതിന് തൊട്ട് മുൻപ് കമ്പനി MD KD പ്രതാപൻ, CEO കൂടിയായ ഭാര്യ ശ്രീന പ്രതാപൻ, ഡ്രൈവർ ശരൺ എന്നിവർ കടന്നു കളഞ്ഞു. ലാഭവിഹിതവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്ന് വിശ്വസിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ച പ്രതികൾ ഇത് വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെടുപുഴ വലിയാലുക്കലിലെ വീട്ടിലും ചേർപ്പിലെ ഷോപ്പിലും ED റെയ്ഡ് നടത്തിയത്. 3000 പേരിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 150 കോടിയിൽ 100 കോടി ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ് പരാതി. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിറ്റ്കോയിൻ ഇടപാടുകൾ വഴിയും തട്ടിപ്പ് നടത്തി. 15 സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള 69 അക്കൗണ്ടുകളുടെ വിവരങ്ങളും ED പരിശോധിച്ചു വരികയാണ്. ED റെയ്ഡിന് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇവർ ഡ്രൈവർക്കൊപ്പം മഹീന്ദ്ര ഥാർ വാഹനത്തിൽ രക്ഷപ്പെട്ടത്. ED എത്തുന്ന വിവരം ഇവർക്ക് ചോർന്ന് കിട്ടിയതായിട്ടാണ് സൂചന.